നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലേക്ക് കിട്ടോ. പിന്നെ രാത്രി അമ്മ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ. ശരി, ഓക്കെ. എന്താ സാറേ വിളിച്ച്? നിനക്ക് എന്താടാ അറിയണ്ടത്? നീ കുറെ കാലങ്ങൾ ഉണ്ടാക്കുന്ന തുടങ്ങിയിട്ട്. എടാ, ചില കാര്യങ്ങൾ രഹസ്യമായിരിക്കണം, അതാ പലർക്കും നല്ലത്. നീയും നിന്റെ കൂട്ടുകാരും ഈ ഗ്രാമത്തിലുള്ളവരെ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടല്ലോ. സുരേന്ദ്രന്റെയും സ്റ്റീഫന്റെയും മരണം ദുരൂഹതയാണെന്നല്ലേ? എങ്കിലൊരു കാര്യം കേട്ടോ നീ, ഉത്സവത്തലേന്ന് ഈ കുളത്തിന്റെ കരയിൽ ശവങ്ങൾ പൊന്തുന്നെന്നാണല്ലോ ഈ നാടിന്റെ ശാപം. എങ്കിൽ ഇന്നും ഇവിടെ ഈ കുളത്തിൽ ശവം പൊന്തണല്ലോ. ഇന്ന് ഈ രാത്രി ഞാൻ പുരുഷോത്തമൻ ഈ കുളത്തിന് കാവൽ നിൽക്കും. നിന്റെയൊക്കെ വാക്ക് വിശ്വസിക്കാൻ കാത്തു നിൽക്കുന്നവർ അതങ്ങ് മറക്കും. ഒരുമിച്ച് പോയാലോ? എന്നാ ശരി, അരി ചെല്ലേ. വിശ്വ, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? എന്തൊക്കെയോ നീ എന്നിൽ നിന്ന് മറയ്ക്കുന്ന പോലെ. എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഏട്ടാ. എന്തായാലും നാളെ രാവിലെ വരെ ഒന്ന് സമയം തരുമല്ലോ. എന്ത് വിഷയം? കണ്ണനെ നീ കണ്ടോ? എവിടെ? അതെ, നീ ആ ഭാഗത്ത് നോക്കി. ഇവിടെ ഉണ്ടായിരുന്നേ. ഈ കുട്ടി എവിടെ? വർഷങ്ങളോളം പഴക്കണ്ട് ഇവിടെ നടന്ന ഓരോ കഥകൾക്കും. ഉത്സവദിനത്തിൽ മരണപ്പെടുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. വർഷങ്ങളായി ദുർമരണങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉത്സവമൊക്കെ വെറും ചടങ്ങ് മാത്രമായി. വർഷാവർഷം നടന്നിരുന്ന പൂജയും എല്ലാം ഇപ്പം 5 വർഷം കൂടുമ്പോഴേ നടക്കുന്നുള്ളൂ. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശ്രീധരൻ്റെ ഒരു ചങ്ങാതി ജോർജിൻ്റെ മകൻ സൈമൺ ഇവിടെ ഈ ഗ്രാമത്തിൽ വന്നു ഉത്സവത്തലേന്ന്. എന്നിട്ട് ആരെ കാണാനാ? ഞാൻ തെക്കേടത്തെ ശ്രീധരാട്ടന്റെ വീട്ടിലേക്ക് ഉത്സവം കൂടാൻ വന്നാ. ശ്രീധരനോ? ആ, ശ്രീധരാട്ടെ. ശ്രീധരാട്ടന്റെ വീടിന്റെ വഴി അറിയോ? ഇതെങ്ങനെ പോയാ മതി മോനെ, സമയായി കേട്ടോ. എന്നാ ശരി. വണ്ടി കേടായി. ഇയാൾക്ക് പ്രാന്താണ്. എന്തൊരു ജീവി ഇത്, മനുഷ്യനെ പേടിപ്പിക്കാൻ. മെക്കാനിക്കിനെ കിട്ടാൻ എന്താ വഴി? വിശ്വാസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹോട്ടലിൽ ചാടി കത്താല് കാണാൻ. മോളെ 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 നിനക്ക് അറിയണേ? അച്ഛനെ കാണാനില്ല. അച്ഛൻ ഇവിടെ എത്തിയിട്ട് അങ്ങോട്ട് പോയി. അച്ഛൻ അമ്പലത്തിൽ പോയടാ. മോൾക്ക് വീട് അറിയോ എവിടെയാന്ന്? അറിയാ. ചേട്ടൻ കൊണ്ടാക്കിയാ? എന്നാ പോവല്ലേ നമുക്ക്? വിളക്കൊക്കെ ഉണ്ടല്ലേ. വഴിയൊക്കെ അറിയോ?
തെളിച്ചൊന്നുമില്ലാത്ത പൂവൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാറുന്നു റോട്ടില്. നന്ദിയുണ്ട് തമ്പ്രാനെ. ഉത്സവം കാണാൻ കൊണ്ടുപോയതാ, പക്ഷെ കൂട്ടം തെറ്റിപ്പോയി. ശരി എന്നാട്ടാ, പോട്ടെ. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? എൻ്റെ ഫ്രണ്ടാ. ഞാൻ എത്തിട്ടാ. അതെന്താ നിങ്ങൾ വിളിക്കാഞ്ഞേ? ഒരുപാട് നന്ദിണ്ടാ. അല്ലെങ്കിൽ സുന്ദരിക്കുട്ടീനെ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. നിങ്ങളെവിടെയാ? വിശ്വാട്ടാ, എന്താ പറയാ, നിങ്ങളുടെ അവിടെ എങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. ഇതൊന്നും പറയാറുന്നില്ലേ? എന്റെ നാട്ടില് വന്ന് തന്തയില്ലായ്മ കാണിക്കല്ലേ. നീ ഇപ്പൊ ഏത് വീട്ടിലാന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. അതൊന്നും എനിക്കറിയില്ല. അമ്പലത്തിന്റെ അവിടുന്ന് തെക്കേടത്തേക്ക് നീങ്ങിയിട്ടില്ലേ, തെക്ക് ഭാഗത്തേക്ക് നീങ്ങിയിട്ട് ഒരു വീട്ടിലാ. നീ അവിടെ നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആ വസൂല്ലേ, നീ അപ്പടിൻ്റെ കൂട്ടി അടിച്ചല്ലേ, സമയം 10:30 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉഷാറാക്കാൻ കേട്ടോ. ആ പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ശരി വിശ്വട്ടൻ, ഞാൻ വണ്ടി എടുത്തോട്ടെ. ഇടാ, എന്താ സുരേന്ദ്ര അതൊക്കെ ഇപ്പൊ അത് വലിച്ചേരണ. മനസ്സിനൊരു സുഖല്ല. നിങ്ങള് വിട്ടോ, ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് വരാം. ഇതാ, ആ കൊച്ചിനെന്തേലും വാങ്ങിക്കൊടുക്കേ. ആ ഇരുന്നോട്ടടാ, ഉത്സവമൊക്കെ അല്ലേ. ഓ നമുക്ക് വിട്ടാലോ? ഇനി പോവാം. വാ, നേരം കുറയില്ലേ. എന്റെ മക്കളൊരു തെറ്റ് ചെയ്യില്ല. അവര് വെറുതെ വിട്ടേക്കണം. എന്നെ എന്ത് വേണേലും ചെയ്ത നായ, എന്റെ ഉപ്പും ചോറ് തിന്നിട്ട് എനിക്കേറെ കുറയ്ക്കുന്നോ? നിന്റെ മക്കളുടെ പെടയുന്ന കാണോ നിനക്ക്? കൊല്ലല്ലേ, കൊല്ലല്ലേ. എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ. നായ, സുരേന്ദ്ര, കേളാൻ കുരുന്നല്ലേ, കാളിയമ്മയ്ക്ക് കുരുതി കൊടുക്കാൻ ഇവിടെ ഭൈരവി കൊണ്ടു കൊടുക്ക്. ഞാൻ ചെയ്യില്ല, എന്നെ കൊണ്ടുപോയ. നിന്റെ 90 ദിവസം പ്രായമുള്ള കുരുന്ന് വീട്ടിലില്ലേ? അവനാണ്ട് വരുത്തിക്കണോ? വേണ്ട, എന്റെ മകനൊന്നും ചെയ്യരുത്. എന്നാ പോ, ഞാൻ ചെയ്യാം. ആ ചിരിക്കലടാ, തിരിച്ചു വരും ഞാൻ. നിങ്ങളുടെയൊക്കെ സന്തതി പരമ്പര എന്റെ അടിവേര് പിഴുതെടുത്തിട്ട് ഭദ്രയും മണ്ണ് വിട്ടു പോകൂ. ഞാൻ ആരാധിക്കുന്ന നാഗദൈവങ്ങളാണ് സത്യം.
ഇത് ഭദ്രയുടെ ശബദ. ഞാൻ അവിടെ പെട്ടു വിശേട്ടാ, ഒന്ന് രക്ഷപ്പെടുത്തു വിശേട്ടാ. എടാ നീ എവിടെയാണ്? ഞാൻ ഇവിടെ ആകെ തെരഞ്ഞു. നീ പറഞ്ഞ പോലെ ഒരു വീടുമില്ല, ഒന്നുമില്ല ഇവിടെ. ഇവിടെ വെറും ഒഴിഞ്ഞ പറമ്പ് മാത്രം. രക്ഷപ്പെടുത്തു വിശേട്ടാ. എടാ നീ പറഞ്ഞ സ്ഥലത്തുണ്ട് ഞാൻ. എന്റെ മുമ്പിൽ വെറും ഒഴിഞ്ഞ പറമ്പ് മാത്രമേ ഉള്ളൂ. നീ എവിടെയത്? വിശേട്ടാ, വിശേട്ടാ, ഞാൻ അവിടെ ഉണ്ട് വിശേട്ടാ. വിശേട്ടാ, ലക്ഷ്മി, ഞാൻ ഇറങ്ങുക. വൈകും, കാത്തിരിക്കണ്ട. ഈ അസമയത്ത് തന്നെ വേണോ ഈ നാടിൻ്റെ ചരിത്രം വിളമ്പാൻ? എന്നെ മാട്ട സാധനമാണ് അത്. എൻ്റെ കയ്യിലുള്ളതിന് ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. ടച്ചിങ്സ് ഒന്നും ഇല്ലടോ. ഇതെന്നെ കിട്ടിയത് ഭയങ്കര ഭാഗ്യ. ആ സാർ, ഞാനിപ്പെത്താം. ശരി, ഞാൻ പോവാണേ. പേപ്പട്ടിയെ തല്ലിക്കൊല്ലും പോലെയല്ലേ തല്ലിക്കൊന്ന്. മുഖമൊക്കെ പാറകല്ലുകൊണ്ട് സഹിക്കാൻ പറ്റില്ല. എന്തായാലും ഭദ്രല്ല അത്. താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് താൻ അനുഭവിച്ചിടണം. ചാത്ത് പോട്ടേന്ന് അതോടങ്ങ് തീർന്നല്ലോ. എന്നാ ഒഴിക്കേ. ചേച്ചി, ഇവിടെ ആരും ഇല്ലേ? എത്ര ഉണ്ട്? ഇനി അവള് നോക്കിക്കോളും.
സുനിൽ നീ കണ്ടോ? പ്രതീക്ഷ കണ്ടോ? കണ്ണോ? രുധിരം തേടും സഞ്ചാരിണി സഞ്ചാരിണി. പപ്പാ ഭദ്ര ഇതായിരിക്കോ ഭദ്ര? വലിയ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു അല്ലേ? ആ ഹരി, എന്താടാ ആ സമയത്തൊരു ഫോൺ വിളി? കണ്ണനെ കാണാനില്ല. എന്ത് കാണാനില്ലെന്നോ? വണ്ടി സൈഡാക്ക്. ഞാൻ വീട്ടിലെത്തുമ്പോ അവിടെ ഉണ്ടായിരിക്കണം, മനസ്സിലായോ? അന്വേഷിക്കുന്നുണ്ട് അച്ഛാ. ഇവിടെ എല്ലാരും കൂടെ ഉണ്ട്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ രാത്രി യാത്ര വേണ്ടാന്ന്. എവിടുന്ന വെച്ചാൽ അവനെ തെരഞ്ഞു പിടിച്ച് വീട്ടിലേക്ക് വാ, മനസ്സിലായോ? എന്താ വലിയ പ്രശ്നം? നിനക്കെന്താ ചെവിടി വെക്കില്ലേ? ഞാൻ പറയുന്നത് കേൾക്കില്ലേ നീ? കണ്ണനെ കാണാനില്ലാന്ന്. വലിയ വെറുതെ ടെൻഷൻ അടിക്കണ്ട, അവൻ അവിടെ ഉത്സവ പറമ്പിൽ എവിടെങ്കിലും കാണും. ഞാനേ ആ ശ്രീധരൻ വിളിക്കട്ടെ. മാറി ഇത് ഇവിടെ പോയി കിടക്കുക. വിളിച്ചാലും ഫോൺ എടുക്കില്ല. രാവിലെ ഇറങ്ങിപ്പോയ ശേഷം 3 പ്രാവശ്യം വിളിച്ചു ഞാൻ, ഫോൺ എടുക്കുന്നില്ല. മാറി രാവിലത്തെ മീറ്റിംഗിന് ശേഷം ഞാനും കണ്ടിട്ടില്ല. സംസാരിക്കണം. ഹലോ പ്രതീഷേ, ഫോൺ അച്ഛനോട്. എനിക്ക് നിന്നോടല്ല സംസാരിക്കാനുള്ളത്. അച്ഛനോടെ സംസാരിക്കൂ. പറ. നിങ്ങൾ ഒറ്റൊരുത്തരാണ് ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. എത്ര ശവം കണ്ടാലും നിങ്ങൾക്ക് മതിയാവുക? ആരെ ഭദ്ര? എന്താ നിങ്ങളോട് തമ്മിലുള്ള ബന്ധം? എനിക്കത് അറിയാൻ പറ്റൂ. പറയുന്നുണ്ടോ നിങ്ങൾ? ഭദ്ര
അവള് ചിരിക്കലടാ, തിരിച്ചു വരും ഞാൻ. നിങ്ങളുടെയൊക്കെ സന്തതി പരമ്പര എന്റെ അടിവേര് പിഴുതെടുത്തിട്ടേ ഭദ്ര ഈ മണ്ണ് വിട്ടു പോകൂ. ഞാൻ ആരാധിക്കുന്ന നാഗദൈവങ്ങളാണ് സത്യം. ഇത് ഭദ്രയുടെ ശപഥ. അവള് പ്രണയിക്കും സഞ്ചാരിണി ചിരേ